ചേട്ടാ മാറിക്ക് ചേട്ടാ തീ ഉണ്ടെന്ന് ചേട്ടാ മുഖം മാറ്റ്. ഇനി ഞാൻ എടുത്തത് മോശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അത് വീഡിയോ ആയാൽ കുഴപ്പമില്ല, നീ പിടിച്ചോ. അതെങ്കിലും ഉണ്ടാവും എല്ലാരും. ഓനെന്നെ കഴിഞ്ഞത് കാണില്ല, ഓന്റെ അവസ്ഥ. അമ്മ കള്ളുടിച്ചു ആ നല്ല വെയിറ്റാടാ. ഇല്ല പിടിച്ചോ. അമ്മ ആടിക്കടിക്കല്ലേ. ഹായ് ഹലോ പ്രിയങ്ങളെ, എല്ലാവർക്കും വിഷു കഴിഞ്ഞിട്ട് വിഷു ആശംസകൾ കേട്ടോ. ലോങ് വീഡിയോ വിഷുവിൻ്റെയാണ് ഇപ്പോൾ എഡിറ്റ് ചെയ്യണത്. ബാക്കി പുറകിലെല്ലാം കിടക്കുകയാണ് കേട്ടോ. കല്യാണവും വാർപ്പും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ പ്രിയങ്ങൾക്കും സ്വാഗതം. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ആദ്യം തന്നെ പറയട്ടെ, ഒന്ന് ലൈക്ക് ഇട്ടേക്കണേ. ആ തള്ളവരലില്ലേ അതിലൊന്ന് തൊട്ടിട്ട് വീഡിയോ കണ്ടു തുടങ്ങണേ. പിന്നെന്താ, വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു കമൻറ്റും കൂടി ഇടുകയാണെങ്കിൽ വലിയ സന്തോഷമായിരുന്നു. എന്തെങ്കിലും ഒരു കമൻറ്റ്, ഒരു ഹാർട്ടിൻ്റെ ചിഹ്നമെങ്കിലും ഇടണേ. അങ്ങനെ നമ്മളെ വിഷു ദിവസം തുടങ്ങാണ് കേട്ടോ. ഞാൻ വിഷുവിൻ്റെ അന്ന് വീഡിയോ പിടിക്കണമെന്നേ വിചാരിച്ചല്ല കേട്ടോ. പക്ഷെ രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു ആവേശത്തിന് അങ്ങോട്ട് ചെയ്തു. എന്നാൽ പിന്നെ പിടിക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ വെച്ചതാണ്. കണി ഒരുക്കുന്നൊന്നും കരുതിയതല്ല. കൊന്നപ്പൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പൂവും വീട്ടിലുള്ള സാധനങ്ങളെല്ലാം കൂടെ കൂട്ടി വെക്കാമെന്ന് കരുതി. ഞാൻ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ അകത്ത് വെക്കാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. നമ്മളകത്തില്ലേ, നമ്മൾ കോണിക്കൂടിൻ്റെ അവിടെയൊക്കെ നനയ്ക്കുമ്പം ഇങ്ങനെ വെള്ളവും പിന്നെ അവിടുന്ന് പൊടിയും മണ്ണും ഒക്കെ പാറി ടേബിളിൻ്റെ മുകളിൽ നമ്മൾ ഒരുവിധ സാധനങ്ങൾ ഒക്കെ കയറ്റി വെച്ചേക്കുക, കസേര അങ്ങനെയുള്ളതൊക്കെ. എന്നിട്ട് പിന്നെ ഈ എന്താ പറയുക, നമ്മൾ നടക്കുന്നൊരു സ്പേസും അല്ലേ ഉള്ളൂ, വേറെ സ്പേസ് ഇല്ല. പിന്നെ ബെഡ്റൂമിലാണെങ്കിൽ അറിയാമല്ലോ, നിങ്ങൾക്ക് വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരല്ലേ, അവിടെ എല്ലാ സാധനങ്ങളും അവിടെ തന്നെ കൂടി ഓരോ മൂലയിൽ ഓരോ പാത്രവും പെട്ടിയായിട്ടാണല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ തിണ്ണയിൽ വെച്ചത്. എൻ്റെ കുഞ്ഞ് കണിയിലൊരു വെള്ളരി വാങ്ങാൻ കയറിയതാണേ. കണിവെള്ളരി വാങ്ങാൻ കയറിയപ്പം ഷായിച്ചേട്ടൻ പറഞ്ഞു 35 രൂപയാണ് ഒരു കുഞ്ഞ് കടിവെള്ളരിക്ക് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് സാധാ വെള്ളരി മതി, എന്നാൽ പിന്നെ എനിക്കത് പിറ്റേന്നെടുത്ത് കറിയും വെക്കാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ട് ഷായിച്ചേട്ടൻ എന്ത് ചെയ്തു അറിയോ, ഞാൻ വാങ്ങിയ വെള്ളരിനകത്ത് ഒരു കുഞ്ഞ് കണിവെള്ളരി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ കണിവെള്ളരീൻ്റെ കൂടെ അതും കണിവെള്ളരിയും വെച്ചു, ഒരു തേങ്ങമുറിയും പിന്നെ ഒരു മുസമ്പി ഉണ്ടായിരുന്നു കേട്ടോ, അത് അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പഴം ഉണ്ടായിരുന്നു, ചെറുപഴം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളെ കണി അങ്ങോട്ട് ഒരുക്കി കേട്ടോ. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് കൃഷ്ണൻ്റെ ഭഗവാന്റെ ഫോട്ടോയൊക്കെയാണ്. അതൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല നമ്മളടുത്ത്. അങ്ങനത്തെ ഒന്നാമത് എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമുള്ള എൻ്റെ വിളക്ക് കത്തിച്ചിട്ട് എൻ്റെ വിളക്ക് വെക്കാനൊരു നല്ലൊരു സ്പേസ്, എവിടെയെങ്കിലും വിളക്ക് വെക്കാൻ പറ്റിയ ഒരു സ്റ്റാൻഡെങ്കിലും അടിക്കണമെന്നുള്ളത് കേട്ടോ. പിന്നെ നമ്മളെ ആഗ്രഹം ഞാൻ പറഞ്ഞതാണ്. അപ്പം നമുക്കിങ്ങനെ കുറേശ്ശെ പറ്റുന്ന സമയത്തൊക്കെ ചെയ്യാം. എന്നാലും ഒന്ന് അടുക്കള ഭാഗത്തൊന്ന് കൂട്ടിമുട്ടി കഴിഞ്ഞിട്ട് വിളക്ക് വെക്കാനൊരു സ്ഥലമാണ് ആദ്യം ആക്കേണ്ടതെന്നാണ് എൻ്റെ മനസ്സ് പറയൽ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, വിളക്ക് കത്തിച്ച് വെച്ചോളൂ, അല്ലാതെ ഫോട്ടോയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞിട്ടൊക്കെ ചെയ്തു. എന്നിട്ട് ഞാൻ മെല്ലെ ഇവരെയൊക്കെ വിളിച്ചു കേട്ടോ. ആദ്യകൂട്ടനെ മോനൂസിനെ ഉണർത്തി കുടുവിനെ എടുത്തുകൊണ്ട് വന്നപ്പോൾ കുടു ഒന്ന് കണ്ണ് തുറന്ന് നോക്കിയിട്ട് പിന്നെ വേഗം ഇറങ്ങി കിടക്കാൻ പോയി കേട്ടോ. അതിനേക്കാളും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വലിയ മോനെ വിളിച്ചു, അവനെ ഉണർത്തി കണ്ണ് തുറന്ന് നോക്കാതെ ഒക്കെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നു. നേരത്തെ 5 മണി കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ അവരെല്ലാവരും വഴക്കൊന്നുമില്ല, പിണക്കോ ദേഷ്യമൊന്നുമില്ലാതെ എഴുന്നേറ്റ് വന്നു എന്നുള്ളത് വലിയ സന്തോഷമായിരുന്നു കേട്ടോ എനിക്ക്. അല്ലെങ്കിൽ അവരെ വിളിക്കുമ്പോൾ അവർ എണീക്കാൻ മടി കാണിക്കും. പക്ഷേ അന്ന് അവർ ഏതായാലും മടി കാണിച്ചില്ല കേട്ടോ. അങ്ങനെ പിന്നെ ആദ്യകൂട്ടനെ ഞാൻ അതുപോലെ കണ്ണൊക്കെ പൊത്തി കൂട്ടിക്കൊണ്ട് വന്നു. എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാനതൊക്കെ ചെയ്യണത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം നിന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു ഭഗവാന്റെ ഫോട്ടോയൊന്നുമില്ല. മോനൂസിനോട് ഞാൻ പറഞ്ഞേ, ഭഗവാന്റെ ഫോട്ടോയൊന്നുമില്ല, നീ കണിയെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഭഗവാന് പകരമായിട്ട് അമ്മേനെ നോക്കിക്കോളാൻ പറഞ്ഞു കേട്ടോ. എൻ്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞിട്ട് അതാ ഞങ്ങളിങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിന്ന് കേട്ടോ. അങ്ങനെ എന്ത് ചെയ്തു, ഇങ്ങനെ എല്ലാവരും എഴുന്നേറ്റു. പിന്നെയെന്ന് പറഞ്ഞാൽ തലേന്ന് രാത്രിയൊക്കെ ഈ പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ കൂടിയായിട്ട് ഇവരെല്ലാവരും വിയർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് വൈകിയാണ് കിടന്നതും. 11:30 12 മണിയൊക്കെ കഴിഞ്ഞു കിടന്നപ്പം. ആ സമയത്ത് ഇവർക്ക് കുളിക്കണമെന്നുമുണ്ട്. എന്നാൽ പിന്നെ
എഴുന്നേറ്റ് ആ സമയത്ത് കുളിക്കാനുള്ള മടിയുണ്ട്. എന്നിട്ട് അങ്ങനെ കിടന്നത് കൊണ്ട് രാവിലെ എഴുന്നേറ്റപ്പോൾ ഭയങ്കര വിമിഷ്ടമായിരുന്നു ഇവർക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുടുവിനെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. കുടുവിനെ മെല്ലെ സോപ്പിട്ട് കുടു വരുമോ എന്ന് ചോദിച്ചപ്പോൾ ആ വരാം, നമ്മ എടുക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്തു കൊണ്ടുവന്നു. കുടുവും എന്ത് പ്രാർത്ഥിച്ചു എന്നറിയില്ല. എന്തായാലും എല്ലാ പ്രാർത്ഥനകളും കേൾക്കട്ടെ. ഈശ്വരൻ നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ സകല ജീവജാലങ്ങൾക്കും നന്മ ഉണ്ടാക്കട്ടെ, നന്മ ഉണ്ടാവട്ടെ, എല്ലാ ദുരിതങ്ങളും മാറട്ടെ, യുദ്ധമൊക്കെ അവസാനിക്കട്ടെ, എല്ലാ കഷ്ടപ്പാടും ദുരിതമൊക്കെ എല്ലാവർക്കും മാറി എല്ലാവരും ശാന്ത സമാധാനമായ ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പറയും. അപ്പോൾ അവരത് കേട്ട് മിണ്ടാണ്ട് നിൽക്കും കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടെ പടക്കം പൊട്ടിക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആദ്യകൂട്ടൻ. അപ്പോഴത്തേക്കും പടക്കം പൊട്ടിക്കാൻ പേപ്പർ നിർബന്ധമാക്കിയതാട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ആൾ കയ്യിൽ വെച്ച് എറിയലായിരുന്നു. അതെന്താ തോന്നാത്തേ? അമ്പലത്തില് കൂട് വരെ രാവിലെ കുളിച്ച് നല്ല മിടുക്കനായി സൈക്കിൾ ഓടിക്കൽ തുടങ്ങി. മാറിക്കണം. മെല്ലെ മെല്ലെ തിരക്കൂട്ടുണ്ടോ? സ്പീഡ് തിരക്കൂട്ടുണ്ടോ? മെല്ലെ ഓടിച്ചാൽ മതി. ഇനി ഉള്ള ആരോഗ്യമൊക്കെ ഇപ്പോൾ തീരുമോ? സാവധാനം ഓടിച്ചാൽ മതി, മെല്ലെ മെല്ലെ പോയാൽ മതി. അങ്ങനെ തന്നെയാണ് പഠിക്കുക. അതാ അതാ ആ കുഞ്ഞങ്ങനെ ഓടിച്ചോട്ടോ. ഞങ്ങൾ പോവാട്ടോ. ഓലെ കണി കണ്ടില്ല. ചേച്ചിന്റെ കണി ഇതൊക്കെ വെക്കാലേ. നിങ്ങളെ കണി കണ്ടിട്ട് ഞങ്ങൾ പോവും. എനിക്ക് കൃഷ്ണനും ഇല്ല, രാധയില്ല, ഞാനല്ല. ഞങ്ങൾ പോട്ടെട്ടോ. നിങ്ങളെ കൂടുവേ കുടുവൊന്നും വരുന്നില്ല. ഇതെന്താ ചേച്ചി നെയ്പ്പം തന്നോ? അമ്പടാ, അതിനെന്താ ഷോ ഇറക്കണേ? പോവാൻ വേണ്ടി മാറ്റി ഇറങ്ങിയിട്ട് പിന്നെ പടക്കം പൊട്ടിക്കുക. അത് ചീറ്റിയതാ, അത് തിരി കളിക്കതാടാ. അമ്മേ, അതാ പറഞ്ഞത് അങ്ങനെ പൊഴുതാകരുതെന്ന്. വേണ്ട, പോവാ പോവാ പോവാ. അതാ ആ മതിൽമേൽ വെച്ചും കൂടെ പൊട്ടിച്ചാള്. എന്നിട്ട് പോവാ. അത് തന്നെ, എന്നിട്ട് വേണം പോവാൻ. പള്ളീന്ന് പടക്കം ആ
നെയ്യപ്പം കിട്ടി. ആ കത്തിന് കേട്ടോ, മാറിക്കണേ മോനിച്ചേ. അയ്യോ ഞാനിപ്പം ഞെട്ടുവേ. അതിൻ്റെ അടുത്തേക്ക് വരല്ലേ. ഓ പൊട്ടണമില്ലല്ലോ തമ്പുരാനെ. തിരി പുകയുന്നുണ്ട്, ഇപ്പോൾ പുകയുന്നുണ്ട് ആദി. ആ പുകയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പോവാട്ടോ. വിഷു ആഘോഷങ്ങളൊക്കെ കാര്യമായിട്ടൊന്നുമില്ല. നടന്ന് ഞങ്ങൾ പോരുന്നു. നേരെ നോക്കി ഇവിടേക്കല്ല നോക്കാൻ. അറിയില്ലല്ലോ. അതെ ഇട്ട് വന്നോക്കിയമ്മ. ആ ചുരിദാർ ഇട്ടേനേക്കാളും വൃത്തി ഉണ്ടാവും. ഒത്തിരി കൊടു മുറ്റത്തേക്ക് ഇറങ്ങിക്ക്, പോകാൻ അത്ത് കയറും. വേറെറിയും. കുട്ടി പാട്ടാണോ പോണ്ടേ, ഇങ്ങോട്ടാണോ പോണ്ടേ, ആരടുത്തേക്കൊക്കെയോ നോക്കണം. ഞാൻ ഈ പൂത്തിരി ഇങ്ങനെ കത്തിക്കുമ്പോ ഞെട്ടേനി. പൂത്തിരി ഇങ്ങനെ പൊട്ടിത്തെറിക്കൂലേ അല്ലേ? ഇതാ പൊട്ടിത്തെറിക്കുക. മോനിച്ചിപ്പോ ഞെട്ടണുണ്ടോ കേട്ടോ, മോനിച്ചിപ്പോ ഞെട്ടുന്നുണ്ടോ, ഇപ്പൊ ഞെട്ടണുണ്ടോ കേട്ടോ. അത് അമ്മച്ചിക്ക് ഓയിൽ സാരി പൊട്ടിക്കടാ. അമ്മമ്മേനെ ചെടി പൊട്ടി തെറിക്കട്ടാ. അപ്പൊ പൊട്ടിട്ടാ എന്റെ മോനെ അതാ അതാ. അത് എത്ര നേരമായി കൊടുത്തിട്ട്. അമ്മേൻ്റെ വക എന്താണ്? ബിരിയാണി. ഉമ്മോ അടിപൊളി ബിരിയാണി ഉണ്ട്. ഇതെന്താ അമ്മ? അത് കുറച്ച് മാറ്റി വെച്ചത്. ആ റൈസ് എടുത്താലേ. ഒന്ന് ഇങ്ങോട്ട് നോക്ക്, കാണട്ടെ. നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഞങ്ങളെ നോക്കിയാൽ നോക്കൂലോ അല്ലേ? അങ്ങോട്ട് നോക്കടി. അച്ഛൻ അമ്മ അവിടെ ഇരിക്കുക, പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞുതരാം. അതിന്റെ മുന്നിൽ വാ, എന്നാലേ കൂടുതൽ കാണും. ഇങ്ങോട്ട് വാ. കുറച്ച് സൈഡ് കൊടുത്ത് അമ്മമ്മ അച്ഛമ്മ കാര്യം കേട്ടോട്ടെ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ. വന്നു, അവിടുന്ന് വർത്താനം എല്ലാം പറഞ്ഞ് പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് മക്കളെല്ലാവരും പടക്കം പൊട്ടിക്കലും പുത്തിരി എത്തിക്കലും ഒക്കെ. അങ്ങനെ അതിൻ്റെ കൂടെ നമ്മളൊരു ഫോട്ടോയൊക്കെ എടുത്ത് അവിടെ ഇരുന്നിട്ട് എല്ലാവരും കൂടി. പിന്നെ എന്താ പറയുക, അത് കഴിഞ്ഞിട്ട് അമ്മ പണിയെടുക്കുന്ന വീട്ടിലേക്ക് ഇത്തിരി ഭക്ഷണം കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി പോയി. ടൂറ് പോവാ. പൊന്നെ എല്ലാരും പോക്കിന്റെ കണ്ടാൽ എല്ലാരും കേട്ടോ യാത്ര പോണ
ഐസ്ക്രീം വീട്ടിലുണ്ട്, എന്നാ വാങ്ങണ്ട. ഐസ്ക്രീം വീട്ടിലുണ്ടെന്ന് കൊടു. അയ്യേ, ഈ കുളത്തിൽ ഇവിടെ ഇറങ്ങാൻ പറ്റുമോ? ഈ കുളത്തിൽ ഇവിടെ ഡിക്കിയിൽ ഇനിയുണ്ടോ? ആ കുഞ്ഞിനെ ഇറക്കി തരാം. അപ്പുറത്ത് വേണ്ടി എടുത്തോ, ഒരു ചെരുപ്പിടാ. അതി പൊന്നൂട്ടാ, എല്ലാത്തിലും നിങ്ങള് പിന്നെ മേലുണ്ട് ചേ. അതാ പറഞ്ഞേ കൊടു. മോക്ക് ചേച്ചിയാ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി കിടക്കണോ? കക്കാടംപോയില് കൂൾബാറിലെത്തി. ഞങ്ങളെ നാട്ടിലെ മരഞ്ചാട്ടിയുള്ള കൂൾബാറിലെത്തി. പുഴ പോവാ. ഇന്ന് കിട്ടിയ ഒരു ദിവസം, ഈ ഒരു ദിവസം ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യും. ഇല്ല പറഞ്ഞിട്ടാ? അതെ. അത് സ്പൂണ് കുടിക്ക്, സ്പൂൺ എടുക്ക്. വേണ്ട എന്നാ അല്ലാതെ കുടിക്ക്. നിങ്ങൾ കുടിച്ചു കഴിഞ്ഞോ? അതെ, നമുക്ക് വിഷമൊന്നുമില്ലല്ലോ. ഞാനെപ്പോഴും അമ്മി ഞങ്ങൾ തോട്ട് പോവാ, ക്യാമറ പോവാ. എന്താ എന്നാ കഴിച്ചോ കഴിച്ചോ. ഞാൻ പൂത്തിരി നട്ടുച്ചയ്ക്ക് പൂത്തിരി എത്തിക്കുന്നു. എടാ ഇന്ന് എവിടെ വേറെ എവിടെയെങ്കിലും ഉണ്ടോടാ? മക്കളൊക്കെ അതാടി. കൊലക്കാത്ത വായന്റെ ഇല എടുക്കണം കേട്ടോ. അച്ഛന്റെ വാഴ അച്ഛേ അച്ഛേ വാഴ മോരടോടെ വെട്ടണ്. അങ്ങോട്ട് ചെല്ലടാ, മാമന്റെ അടുത്തേക്ക് ചെല്ലടാ. ഇല വാങ്ങും. ഇല്ല, ആ ഈ മരം പോയി. അല്ല അമ്മല് പേരക്ക ഉണ്ട് ചേ. അയ്യോ അത് പൊട്ടിയോ? അയ്യോ ഒരു മരം ആടാ, ഒരു മരം എടുത്ത് തള്ളിട്ട്, ആ മരം അവിടെ തള്ളിട്ട്. എടേ അതാ ശരിയാട്ടോ, മുരട് ഉണങ്ങി. ഞങ്ങൾ ഇലയൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്ക് ഇതാ ഒരു ട്രിപ്പ് ഇവിടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇങ്ങനെയൊക്കെ കൂടി ഇരുന്നു കേട്ടോ. പാത്രത്തിലാണ് ചോറെടുത്തത്. മക്കൾ അവരെല്ലാവരും കൂടെ ഇതാ സ്റ്റെപ്പിൻ്റെ മുകളിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ടാട്ടോ ഇരുന്നത്. നേരെ ഇങ്ങനെ നിരന്നിരുന്ന് പായൊക്കെ ഇട്ടിട്ട് ഇരിക്കേണ്ടിയില്ലായിരുന്നടോ, എന്തൊരു ഇരുത്താടോ എന്നൊക്കെ ചോദിച്ചു ഞങ്ങൾ കേട്ടോ. എവിടെ ഒരു ചോറൊക്കെ ഉണ്ട്, എഴുന്നേറ്റു. പിന്നെ പാറൂട്ടി ഇത് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പാറൂട്ടിയൊക്കെ ഞങ്ങളങ്ങനെ അടുപ്പമായിട്ടില്ല, കാരണം കുഞ്ഞ് ചെറുതായപ്പോൾ തൊട്ട് അവർ വയനാട്ടിലാണല്ലോ. മറ്റൊരു പൊന്നൂട്ടിയും മിന്നൂട്ടിയും എന്താണെന്ന് വെച്ചാൽ മാതിക്കുട്ടനും മോനൂസൊക്കെ ആയിട്ട് കളിച്ച് വളർന്നുകൊണ്ട് അവർക്ക് നല്ല ഇണക്കമുണ്ട് കേട്ടോ. ആൾക്ക് റെഡിയായി വരുന്നുള്ളൂ, നമ്മളെ അങ്ങോട്ട് പരിചയമായിട്ട് വരുന്നുള്ളൂ കേട്ടോ. വല്ലപ്പോഴും വരും, എങ്ങനെയാണ് സമയം കിട്ടില്ല. വയനാട്ടിൽ കമ്പളക്കാട് എന്ന് പറയുന്ന സ്ഥലത്തൊരു കേക്ക് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ജോലിയാണ് കേട്ടോ. അപ്പോൾ സ്വന്തമായിട്ടൊരു ഷോപ്പൊക്കെ ഇട്ടിട്ട് ആളവിടെ സെറ്റിലാണ്. അവിടെ തന്നെയാണ് ചേച്ചിയും മക്കളും അവരെല്ലാവരും കൂടെ ഒരുമിച്ചാണ് അവിടെ താമസിക്കണത് കേട്ടോ.
അപ്പം അവിടുന്ന് വല്ലപ്പോഴും വരുന്നതേ ഉള്ളൂ. വരുന്ന സമയത്ത് നമ്മൾ ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ, എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിനൊക്കെ വന്നു പോകും. പിന്നെ ഇതുപോലെ ഒരു ഓണം, വിഷു ഒക്കെ ചില സമയം ചിലപ്പോൾ ഓണത്തിനാണെങ്കിലും വിഷുവിനാണെങ്കിലും ചിലപ്പോൾ വരാൻ പറ്റിക്കൊള്ളണമെന്നില്ല. തിരക്കൊക്കെ ആണെങ്കിലേ ഓർഡർ എടുത്ത് കടകളിലേക്കൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആണ്. അപ്പോൾ ചേട്ടാ നല്ലപോലെ കേക്ക് ഉണ്ടാക്കും കേട്ടോ, നല്ല അടിപൊളി കേക്കാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അതുകൊണ്ട് പിന്നെ അതുകൊണ്ടാണ് ഞങ്ങളെ കാണാത്തത്. വീട്ടിലൊന്നും പോകുമ്പോൾ അച്ഛനും അമ്മയും മാത്രമല്ല ഉണ്ടാവാറുള്ളൂ, അവരവിടെയാണ്. പിന്നെ ജീവിത സാഹചര്യം കൊണ്ട് എന്താണെങ്കിലും അവിടെ ആയി ഇപ്പം ചേട്ടാ അവിടേക്ക് അവിടെ അതായത് അവിടെ ജോലിയും കാര്യങ്ങളും അവിടുത്തെ ആളുകളുമായിട്ട് വർഷങ്ങളായിട്ട് അവിടെയാണ് ഇടപാടുകളെല്ലാം. അതുകൊണ്ട് ആൾക്ക് വയനാട്ടിലാണ് ഇഷ്ടം. അവരവിടെ തന്നെയാണ്. അവിടെ ഒരു സ്ഥലമൊക്കെ വാങ്ങിയിട്ടുണ്ട്, വീടൊന്നും ആയിട്ടില്ല. ഇപ്പോൾ അവരവിടെ വാടകയ്ക്കാണെന്നാലും കുഴപ്പമില്ലാണ്ട് പോകണം കേട്ടോ. അങ്ങനെ പാറൂട്ടിക്കും ചേട്ടായി ചോറ് കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പാറൂട്ടിക്ക് കൊടുക്കുന്ന കൂട്ടത്തിൽ ചേട്ടായി കുറച്ചൊക്കെ കഴിച്ചിട്ടുമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പടക്കം പൊട്ടിക്കലിന് അപ്പത്തേനും ചേട്ടായി വന്നു കേട്ടോ. മരണ വീട്ടിലൊക്കെ പോയി അവിടുത്തെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞപ്പോൾ ചേട്ടായി വന്നു കഴിഞ്ഞിട്ട് പിന്നെ അവർ വീണ്ടും പടക്കം പൊട്ടിക്കലായിരുന്നു. ചെവി ആരോ ഹായ് പറഞ്ഞ ഒരു ഹായ് പറഞ്ഞു. ഹായ് പറ ഇടിച്ച് പൊളിക്കും പറയും. ഞങ്ങൾ തിന്നിട്ടോ, കൂടുമൊക്കെ തിന്നാ നമ്മളെ തിന്നാ. ഇടിച്ച് പൊളിക്കും പറയും. വാരോ ആകെ 3 പടക്കങ്ങൾ അത്ര ആൾക്കാരുടെ പോയിട്ട് മാത്രം തീപ്പെട്ടി ദിവസം മെഴുതി അതിന്റെ പൊട്ടിക്കണം. ഈ വഴിക്കുള്ള കൊണ്ടൊക്കെ മണ്ണ് തുറഞ്ഞു സന്തോഷിക്കുന്നുണ്ട്, അവര് പൊട്ടിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു പേപ്പർ വെച്ച് നമുക്ക് പൊട്ടിക്കാന്ന് പറഞ്ഞു. കാരണം ഓനൊന്ന് തരുത്തുപോയി. പോകുമ്പോഴേ പഠിക്കുള്ളൂ. ഇത് പൊട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ തെറിച്ചോളൂ. കാണണ്ടേ, കാണണം, ഓടി ജീവിക്കണം, നമ്മള് കാണണം, അത്രേ ഉള്ളൂ. എന്തൊരു നമ്മളെ കുറഞ്ഞത് പോകാൻ പോണാണല്ലോ പൊട്ടിക്കല് കിട്ടുന്നുള്ളത്. പടക്കം പൊട്ടിച്ചു കഴിഞ്ഞ എത്ര പടക്കം അതിന്റെ ഗ്യാസ് കഴിഞ്ഞ മാറിട്ടോ. ആ കവറിലിട്ട് അത് കത്തിയില്ല ചേട്ടായ. ഇനി എങ്ങനെ അത് എടുക്കാൻ പോവും? പിന്നെ അടുത്ത പോണ്ടോ ആദ്യക്ക് കൈക്ക് എന്തോ പറ്റീണല്ലോ. പൊള്ളിയാണ് ആദ്യക്കുട്ടിന്റെ കൈ. ചേട്ടായി നോക്കാ തള്ളവിരലിന്റെ ഇടാ. കവറ് ഒരുക്കാന്നല്ലാതെ പടക്കം പൊട്ടുന്നില്ലല്ലോ. പോ തെറുക്കി വായിക്കോട്ടോ ഈശ്വരന്മാരെ. കവർ ഒരുക്കുന്നുണ്ട്, അങ്ങോട്ട് വരണ്ടേ. കവറിലെല്ലാം കൂടെ കമത്തിയിട്ട് അയ്യേ പ്ലാസ്റ്റിയുടെ പോണ്ട തീ ഉണ്ട്.
ഏതെങ്കിലും ഒരെണ്ണം പൊട്ടാൻ മതിയോ? ഇന്നലെ പോകണ്ടോ? എടാ കല്ലെറിയടാ. നീ പോയിട്ടല്ലേ, നീ പോയി ഇതോടുകൂടി. ചേട്ടാ മാറിക്ക് ചേട്ടാ, തീ ഉണ്ടെന്ന്. ചേട്ടാ മുഖം മാറ്റ്. മുഖം കിട്ടിയിട്ട് ഉടനെ പോയിട്ട് മുഖം ശ്ശേ. അല്ലേ? മുഖം പോയിട്ട് ഉടനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് പേടിയാ. ആ അപ്പൊ കത്തുണ്ട്. എന്തൊരു കഷ്ടം അത്, മനുഷ്യന്റെ പേടിച്ചിട്ട് കുറേ കത്തിയിട്ട്. അത്രയുള്ള കവറില് ആ കവറിൽ അത്രേ ഉള്ളൂ. ചേച്ചിയെ ഇതെന്താ ചേച്ചിയെ? നോക്കട്ടെ നിങ്ങളെ ഡിക്കിയിൽ എന്തൊക്കെയാ നോക്കട്ടെ. നിങ്ങളെ ഡിക്കിയിൽ എന്തൊക്കെയാ ഇടുന്നത് നോക്കട്ടെ. കുടുവിനെ കൊണ്ടുപോവാ? ഓനും അതിൽ കയറിയല്ലോ, ഓനും പോകുന്നത്. അതൊക്കെ അടച്ചതാ. കുടു ചവിട്ടേ തിട്ടോ. കുടു ആ വണ്ടിയിലാ? എന്നാ ഞങ്ങള് ഇപ്പം മുത്തേ എന്നെ വിട്ട് മുത്ത് തിന്നാടാ, ചോറുന്നോ? അതെന്നെ നോക്കണ്ട. ഓയ് അമ്മച്ച നല്ല ഉറക്കായി. അച്ഛേ ഞങ്ങൾ പോവാട്ടോ. അച്ഛേ ഞങ്ങൾ പോവാണേ. അപ്പൊ ഹാപ്പി വിഷു. അമ്മി ഹാപ്പി വിഷു പറ. അമ്മ പറഞ്ഞില്ല ഹാപ്പി വിഷു. എല്ലാം കഴിഞ്ഞപ്പോ മാറാപ്പാക്കി പോവാ. നമ്മളെ കണി വെച്ച സാധനം തിന്നോണ്ടിരിക്കുക. കണി വെച്ച മുന്തിരി അറിഞ്ഞിട്ടേ ഞങ്ങളെ കുഞ്ഞു ഫാമിലിയില്ലേ. അതിനിടയ്ക്ക് അവിടെ വന്നൊക്കെ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തുള്ള നമ്മളെ കൂടെ കളിച്ച് പഠിച്ച് വളർന്നവരൊക്കെ തന്നെയാണ് കേട്ടോ. അത് അച്ഛൻ്റെ അമ്മേൻ്റെയും കല്യാണം കഴിഞ്ഞ ഉടനെയുള്ള ഫോട്ടോ ആണ്. മറ്റേത് ഇത് പ്രായമായപ്പോൾ ഉള്ള കേട്ടോ, കഴിഞ്ഞ വർഷത്തെ ഒരു ഫോട്ടോ. ഇത് നാത്തൂനും ആങ്ങളെയും അവർ കല്യാണത്തിൻ്റെ സമയത്തുള്ള ഫോട്ടോയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ചോറുണ്ടു. പിന്നെ ചോറുണ്ടപ്പം എന്താ പറയുക, ചേച്ചിയൊക്കെ നേരത്തെ കഴിച്ചിരുന്നു പറഞ്ഞ് വിശന്നിട്ടേ. ഞാൻ പിന്നെ കുഞ്ഞിടെ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് മരിച്ച വീട്ടിൽ പോയതാണല്ലോ. അപ്പോൾ ആൾ എത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തതാണേ. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഞങ്ങൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ ആദ്യം കഴിച്ചവർ ജോൽബിനും മമ്മി അവരെല്ലാവരും നേരത്തെ കഴിച്ചു. പിന്നെ ഞങ്ങളും കൂടി ഇന്ന് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് പടക്കം പൊട്ടിക്കലെല്ലാം കഴിഞ്ഞ് അങ്ങനെ അവർ യാത്രയായിട്ടോ. മമ്മി പപ്പ വന്നിട്ടില്ല. അവർ ജോൽബിനും മമ്മിയും എൻ്റെ ജ്യേഷ്ഠനുമായിരുന്നു വന്നത്. അങ്ങനെ കുറേ നാൾ കൂടി ചേട്ടാനെ കാണുന്നത് കൊണ്ട് അവർക്കും ഒരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടായിരുന്നു. എൻ്റെ മക്കളെല്ലാവരും കൂടെ കണി വെച്ച മുന്തിരിയും സാധനങ്ങളെല്ലാം വെക്കിത്തീറ്റ തുടങ്ങിയായിരുന്നു. ഞങ്ങൾ എല്ലാവരും പോകാനിറങ്ങി. കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം ചേച്ചി ഡിക്കിയിലാണ് എടുത്തിട്ടത്. കാരണം മക്കൾ 3 പേർക്കുള്ള ഡ്രസ്സ് കൊണ്ടുവരണമല്ലോ. എന്തെല്ലാം സാധനം ദൂരം. ഇതിപ്പോൾ ഞങ്ങൾ കൂടഞ്ഞതായിട്ട് തന്നെ നമുക്കൊരു വഴിക്ക് പോകണമെങ്കിൽ നമുക്ക് ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ അവർ വരുമ്പോൾ പിന്നെ പറയും വേണ്ട, ഒരാഴ്ചത്തേക്കൊക്കെ നിൽക്കാനല്ലേ കണക്കാക്കി വരിക. അപ്പോൾ അങ്ങനെ പോവാൻ റെഡിയായിട്ട് ഞങ്ങളെല്ലാവരും. ആദ്യ ചേട്ടനോ? ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അച്ഛമ്മേൻ്റെ അടുത്ത് പോയിട്ട് ഇന്ന് തന്നെ പോവും. ഞാൻ മിന്നുവിനെ പോലെ തന്നെയായിരുന്നു കേട്ടോ ചെറുതായപ്പോൾ. ഇല്ല അച്ഛേ, ഞാൻ മിന്നുവിനെ കാണുമ്പോൾ എൻ്റെ മുഖം ഓർമ്മ വരുന്നത് ചെറുതിൽ. ഈ ചേട്ടായി ആ ഫോട്ടോ എടുത്ത് നോക്ക് മിന്നോട്ട് ശരിക്കും നോക്ക്. നമ്മൾ രണ്ടാളും ഒരുപോലെ അല്ലേ? ഇല്ല ഇന്നോ കണ്ണാടി നോക്കാൻ പറയും. അങ്ങനെയല്ല പറഞ്ഞ. എന്താടാ പറയടാ മുത്തേ, പറയേ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഫോട്ടോ എടുക്കാൻ നിന്നു കേട്ടോ. ഫോട്ടോ എടുക്കാൻ നിന്നപ്പോൾ മുത്തിനെ ഓരോന്ന് പറഞ്ഞ് ഇതാക്കുന്നുണ്ട് കേട്ടോ. അവനാണ് ഫോട്ടോയിൽ നിൽക്കാൻ ഇഷ്ടമില്ല.
അപ്പം ഞങ്ങളെല്ലാവരും കൂടി നിന്നപ്പോൾ വീഡിയോ ആക്കി കൊടുത്തു കേട്ടോ. അങ്ങനെ ചേട്ടാ എന്തൊക്കെയോ അവന് കമൻറ്റ് പറയുന്നുണ്ട്, അതാണ് ഞങ്ങൾ ചിരിച്ചതേ. സത്യം പറഞ്ഞാൽ ആ പറഞ്ഞത് നന്നായി, അതുകൊണ്ട് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ചിരിച്ചിട്ടുണ്ട് കേട്ടോ. അവനും അതിനനുസരിച്ച് പറയുന്നുണ്ട്. തമാശയ്ക്ക് പറയാണ് കേട്ടോ നമ്മളെ താഴെ വീട്ടിലുള്ള കേട്ടോ. അപ്പോൾ അവന് ഫോട്ടോ എടുത്ത് തരുമ്പോഴേ ഇവർ ചിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ചിരിക്കാൻ സത്യം പറഞ്ഞതൊരവസരമായ ഓരോ തമാശയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞ് കുഞ്ഞേട്ടൻ എന്ത് ചെയ്തു, വീട്ടിലോട്ട് കൂടരഞ്ഞിക്ക് പോവുകയെന്ന് പറഞ്ഞു. കാരണം തറവാട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞേട്ടൻ മരിച്ച വീട്ടിൽ പോയിട്ട് വരുന്ന സമയത്ത് പിന്നെ അനീഫാക്ക വിളിച്ചിട്ടുണ്ടായിരുന്നു, തട്ട് പൊളിക്കാൻ വേണ്ടി അവർ വരുന്നുണ്ട്, അപ്പോൾ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കുഞ്ഞേട്ടൻ അങ്ങോട്ട് പോയി. പിന്നെ ഞാനും മോനുസും കൂടിയാണ് കേട്ടോ തറവാട്ടിലോട്ട് പോയത്. അപ്പോൾ പിന്നെ അല്ല അതുകൊണ്ട് പറയാം, മുത്ത് നമ്മളെ എന്താ പറയുക ഒരു അനിയൻകുട്ടനെ പോലെയാണ്. നമ്മളെ വീടിൻ്റെയൊക്കെ താഴെ കുറേ താഴെയാണ് കേട്ടോ അവർ. അതിൻ്റെ ഇടയ്ക്ക് അവിടെ വന്ന് സുമീഷും അതുപോലെ തന്നെ നമ്മൾ ഒരുമിച്ചൊക്കെ സ്കൂളിലൊക്കെ കുറച്ച് എന്താ പറയുക കുറച്ചൊക്കെ അവർ പോയിട്ടുള്ളൂ, എന്നാലും ഒരുമിച്ചൊക്കെ കുറേ എന്താ പറയുക കളിച്ച് വളർന്ന് തോട്ടിലൊക്കെ ചാടി. നമ്മളെ താഴെ എസ്റ്റേറ്റിലൊരു തോടുണ്ട്, അപ്പോൾ അവിടെയൊക്കെ തോട്ട് ചാടാനും വെള്ളത്തിൽ കളിക്കാനൊക്കെ ചക്ക പറിക്കാനും മാങ്ങ പറിക്കാനും വിറക് പെറുക്കാനും പുല്ലുണ്ടാക്കാനും ഒക്കെ ഇങ്ങനെ ഒരുമിച്ച് കളിച്ച് വളർന്നു പോകുന്ന കുറേ പേരുണ്ടാവില്ല. അങ്ങനെ ഇനിയുണ്ട് കേട്ടോ താഴെ. നമ്മൾ താഴോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും വിളിച്ച് ചോദിച്ച് സതിയുണ്ട്, അവളും അങ്ങനെ തൊട്ട് താഴത്തെ ഞാൻ ആ പേരമരം തള്ളിയിട്ട സമയത്ത് നമ്മൾ അവിടെ കണ്ട വീടില്ലേ, അവിടെ ഒരു കുഞ്ഞുവാവി ഉണ്ടായിരുന്നു, അവിടെയൊക്കെ പോയി കണ്ടു. അങ്ങനെ എല്ലായിടത്തും പോയി വീഡിയോ പിടിക്കണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ ചെല്ലുമ്പോൾ ഒക്കെ എല്ലാവരും കാണുമ്പോൾ വിളിച്ചും പറഞ്ഞും വർത്താനം പറഞ്ഞും നല്ല രസമാണല്ലോ നമ്മളെ വീട്ടിൽ ചെല്ലുമ്പോൾ. ഒന്നാമത് നമ്മൾക്ക് നിൽക്കാനും പറയാനും നേരമില്ലല്ലോ. അങ്ങനെയാണ് സംഭവം കേട്ടോ. അങ്ങനെ നമ്മളിതാ തറവാട്ടിൽ വന്ന വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ നമ്മൾ നേരെ അമ്മച്ചി അവിടെ നമ്മളെ വീടിൻ്റെ മുറ്റത്തൊരു മാവുണ്ട്, അപ്പം മാവിൻ്റെ മുകളിൽ നമുക്ക് മാങ്ങ പറിക്കാടി എന്നൊക്കെ പറഞ്ഞ് പിന്നെ തോട്ടിയുണ്ട്. പക്ഷേ ഒറ്റ തോട്ടി എത്തൂല, പേച്ച് കെട്ടിയിട്ട് തോട്ടി കൊണ്ട് പറിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിനൊക്കെ വേണ്ടിയുള്ള ശ്രമം നടത്തുമായിരുന്നു കേട്ടോ. ഇത് ഒരാൾ പിടിക്കണം അമ്മ. ഇതെന്താ കള്ളു കുടിച്ചോലെ? അമ്മ കള്ളു കുടിച്ചു. ആ നല്ല വെയിറ്റാടാ. ഇല്ല അമ്മ ആടിക്കളിക്കല്ലേ. പോവുകയാണ് മറ്റേ മുത്ത് ഫോട്ടോ എടുക്കാൻ വന്ന പോലെ ആയില്ലേ മോൻ്റെ. ഇല്ലേ ഇത് 2 നോട്ടി ഒരെണ്ണെങ്കിലും ഞാൻ പഠിക്കും, ഒറ്റ ഒരെണ്ണം ഞാൻ പറിക്കുള്ളൂ, ബാക്കി വേണ്ട. നമ്മത് പറ്റില്ല അമ്മ, കഴിയില്ല. കൈപ്പലേൻ്റെ അവസാനം ആരാ അടിച്ചു പറിച്ചതാ? ആ ഇത് പഴുത്താണമ്മ? ഇല്ല ഇല്ല ഇല്ല. എങ്ങനെ? ആ എത്രണ്ണാടാ വീണേ? ഈ തെങ്ങിൻ തൈര് അങ്ങോട്ടല്ലടാ, ഈ കള്ളക്കകത്തോട്ടൊന്നും ആ തെങ്ങിൻ തൈര് ചൂടിൽ അവിടെ ഇവിടെ തന്നെ അതൊന്ന് ചവിട്ടി ഒടിച്ച് നോക്കും. അങ്ങനെ പോയോടാ? എന്താണ് കൂടുവോ? കോഴീനെ അറിയാൻ നടക്കുന്ന ഒരുത്തൻ. ഏടാ വേണ്ടടാ, അറിയല്ലേ പന്നെ അച്ഛമ്മേൻ്റെ കോഴിയാണേ. അച്ഛമ്മേൻ്റെ കോഴി നീ അല്ല അച്ഛമ്മേൻ്റെ കോഴിക്കൂട്ട് വന്ന് മുട്ട എടുത്ത് പുഴുങ്ങി തിന്നല്.
ഇത് ഏത് കൊലയാ? ഞാലിപ്പൂവൻ. ഞാലിപ്പൂവൻ. ഹായ്, എന്താ രസം നോക്കാം എൻ്റെ മഞ്ഞ കളറ്. ഞാലിപ്പൂവൻ്റെ അടയ്ക്കാക്കുരുവിയല്ല, അടയ്ക്കാപ്പൂവൻ. എന്നാ രാറ്റ കൊടുക്കാം ചമ്മയ്ക്ക്. എടാ നീ എന്താ ചെയ്യുന്നേ? അങ്ങോട്ട് ഒറ്റയ്ക്ക് നടന്നു വരണ്ടേ? ഏതായാലും അച്ഛൻ ഒറ്റയ്ക്കല്ല, പിന്നെ അവനവിടെ നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാട്ടോ അവൻ പോരുന്നില്ല എന്ന് പറഞ്ഞത്. പിന്നെ നമ്മളെന്നും ഇല്ലല്ലോ, ഈ പറഞ്ഞ പോലെ ചെല്ലുമ്പോഴല്ലേ ഉള്ളൂ. അപ്പം ചേച്ചിയൊക്കെ വീട്ടിൽ പോയതാണല്ലോ. എന്നാൽ പിന്നെ അച്ഛമ്മയ്ക്ക് ഒരു കൂട്ടാവും, നാളെ പോന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവനവിടെ നിൽക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മച്ചി വരെ കൊടു ഉറങ്ങിപ്പോവും, വണ്ടിയിൽ പോരുമ്പം ഉറങ്ങിപ്പോവും, നീ പൊക്കോ ഒച്ചയെന്നാണ് അമ്മച്ചി പറയണത്. പിന്നെ ഏതായാലും വേണ്ടില്ല, കൊടു ഉറങ്ങിയില്ല കേട്ടോ. ഞാൻ എങ്ങനെയോ ഇവിടെ എത്തിച്ചു. ഞാൻ ഓരോ കഥ അതും ഇതൊക്കെ പറഞ്ഞ് കൊടു അടുത്ത വളവ് എത്തുമ്പോൾ ഉണ്ടല്ലോ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞാട്ടെ ഞങ്ങൾ വണ്ടി ഓടിച്ചത്. എന്നിട്ട് തന്നെ കുഴഞ്ഞ് എത്താനായപ്പോഴത്തേക്ക് അവൻ ഉറങ്ങിയിട്ട് കൈ ഇങ്ങനെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ കമന്ന് കിടന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബൈക്കാണെങ്കിൽ ഫ്രണ്ടിൽ കമന്ന് കിടന്നാലും കുഴപ്പമില്ല, സ്കൂട്ടർ ആയതുകൊണ്ട് വീണ് പോകുമല്ലോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാലിങ്ങനെ വളഞ്ഞിട്ട് തെന്നി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഒരു വിധത്തിൽ ഞങ്ങൾ എത്തി വീട്ടിലൊരു അപകടം ഇല്ലാതെ ദൈവം സഹായിച്ചിട്ട്. പിന്നെ അമ്മച്ചീൻ്റെ പുറകിലുള്ള ആ സാരി അമ്മച്ചിക്ക് ഞാൻ ഒരു ഓയിൽ സാരിയാണ് കേട്ടോ വാങ്ങിയത് ഇപ്രാവശ്യം. അങ്ങനെ എല്ലാവർക്കും ഇതുപോലെ തന്നെ അമ്മയ്ക്കൊരു നൈറ്റി വീട്ടിൽ നിന്ന് ഇടാനും വാങ്ങി, അച്ഛനൊരു കൈലിമുണ്ടും വാങ്ങി, അമ്മച്ചിക്ക് ഒരു ഓയിൽ സാരിയും വാങ്ങി കേട്ടോ. ഇത് തന്നെ എല്ലാ പ്രാവശ്യവും എന്നെ കൊണ്ട് പറ്റാറുള്ളൂ, അത് ഞാൻ വാങ്ങി കൊടുക്കാറുള്ളത് കേട്ടോ. എങ്ങനെയെങ്കിലും അങ്ങനെയുള്ള ദിവസങ്ങളിൽ എന്താണെന്നറിയില്ല, എനിക്കത് ഇഷ്ടമാണ്. ഓണമായാലും വിഷു ആയാലും നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുക്കണമല്ലോ, എന്തെങ്കിലും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ചേട്ടായി പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം ഒഴിവുള്ള സമയത്ത് കുറച്ച് ചെയ്താലല്ലേ ഇനി വയറിങ്ങിൻ്റെ പണി തീരുള്ളൂ. അതുകൊണ്ട് എന്തായാലും വേണ്ടില്ല, ചേട്ടായി പണി തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ വേഗം കണി വെച്ചതെല്ലാം ഇങ്ങോട്ട് എടുത്ത് പിന്നെ ഒക്കെ ഒന്ന് അടിച്ചു വാരി. കണ്ടില്ല, നമ്മൾ ഇനി അടിച്ചു വാരിയാലും ഈ സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരും കേട്ടോ. വെള്ളം ഒഴുകി വരുന്നതാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത് കേട്ടോ. അത് ഞാൻ എന്നിട്ട് അങ്ങനെയല്ല പറയും, ഒരു നിവൃത്തിയുള്ളവരാണെങ്കിൽ കണ്ടില്ല, നമ്മളെല്ലാ സാധനങ്ങളും ഇങ്ങനെ ടേബിളിൻ്റെ മുകളിൽ കയറ്റി വെച്ചാണ്. നിവൃത്തി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സാമ്പത്തികം ഉള്ളവരൊക്കെ അങ്ങനെ ചെയ്യുള്ളല്ലോ അല്ലേ. എല്ലാ പണിയും കഴിഞ്ഞ് വീട്ടിൽ കയറിക്കൂടുന്നവർ എന്തോ ഒരു ഭാഗ്യവാന്മാരല്ലേ. നമ്മളിങ്ങനെ ഒരു ഭാഗം ചെയ്ത് ഒരു ഭാഗത്ത് നിന്ന് ഒരു ഭാഗം ചെയ്ത് അങ്ങനെ അല്ലെ പിന്നെ നമുക്ക് വാടകയ്ക്ക് തന്നെ നിന്നാൽ മതി. നമ്മൾ ഇപ്പം ഈ വീട് പണി മുഴുവൻ കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ച് വാടകയ്ക്ക് തന്നെ നിൽക്കുകയാണെങ്കിൽ സുഖമാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ആ വാടക കൊടുക്കുന്ന പൈസയും കൂടെ നമുക്ക് അടവിലേക്കും മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഒരു പണിയും തീരുന്നതിൻ്റെ മുമ്പ് നമ്മൾ വേഗം പ്ലാസ്റ്റിക്കൊക്കെ വലിച്ചു കെട്ടി അടുപ്പ് ഉപയോഗിച്ചിട്ട് ഇങ്ങോട്ട് വന്നത് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഒരു വർഷമാവാൻ പോവുകയാണ്. പഴയ ഭാഗം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടിപ്പോൾ നമ്മൾ അടുത്ത ഭാഗം തീർന്നിട്ടില്ല, ഒരു 1/4 ഭാഗത്ത് എത്തി നിൽക്കുകയാണ് കേട്ടോ. ഇപ്പം നമ്മൾ പിന്നെ വയറിങ്ങിൻ്റെയും പ്ലംബിങ്ങിൻ്റെയും പണി നമ്മൾ തന്നെ ആയതുകൊണ്ട് അന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ ഭാഗത്ത് പണിയെടുക്കുമ്പോണ്ടല്ലോ ചേട്ടാൻ്റെ കൂടെ കുറേയൊക്കെ ഞാൻ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് കൂടേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. കാരണം എന്തിനും 2 പേരും കൂടെ ഉണ്ടായിരുന്നു, മോനൂസാണെങ്കിലും ആദ്യക്കുട്ടനാണെങ്കിലും കേട്ടോ. അപ്പം ഞാൻ അധികം പിന്നെ എൻ്റെ ഈ വലത്തെ കൈയിൻ്റെ ഷോൾഡറിന് കുറേ ആയി വേദന തുടങ്ങിയിട്ട് നമ്മളങ്ങനെ ഇതുവരെ ഞാൻ കാണിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ കൈ കൊണ്ട് അധികം ഭാരപ്പെട്ട് തുണി അലക്കുമ്പോൾ തന്നെ ബുദ്ധിമുട്ടുണ്ട്. അത് പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ അതുകൊണ്ടാണ് വരാത്തത് കേട്ടോ. എന്നാലും ഞാൻ പറ്റുമോ ഞാൻ ചെയ്യണോ എന്നൊക്കെ ചോദിച്ച് ചെല്ലും. എനിക്ക് എന്തോ ഒരു അസ്വസ്ഥതയാണ്, എല്ലാത്തിലും കൂടാന്നൊക്കെ വിചാരിക്കും ഞാൻ. പിന്നെ മനഃപൂർവ്വം അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ പണികളിലേക്ക് തിരിയുന്നതാണ് കേട്ടോ. അപ്പോഴത്തേക്ക് അച്ഛൻ പിന്നെയും വന്നു. കാരണം പിന്നെയും വന്നു എന്ന് പറഞ്ഞാൽ വീട്ടിൽ പായസം ബാക്കി ഉണ്ടായിരുന്നു, പായസവും തേങ്ങയും
നമുക്ക് തേങ്ങ ഇത്തിരി കുറവായതുകൊണ്ട് തേങ്ങയും പിന്നെ ഒക്കെ ആയിട്ട് അച്ഛൻ വന്ന് ആദ്യകൂട്ടൻ അവിടെ വാച്ച് വെച്ച് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് അച്ഛൻ പിന്നെയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ അച്ഛൻ വന്നപ്പോൾ ആദ്യകൂട്ടനൊക്കെ പണിയെടുക്കുകയാണ് കേട്ടോ. അതൊക്കെ കണ്ടു കേട്ട് അച്ഛനിപ്പോൾ പഴയ പോലെ ഇല്ല. അച്ഛൻ പണ്ട് ഇവിടെ നമ്മളെ ഷെഡായിരുന്ന സമയത്ത് ഇവിടെ വന്ന് വീട്ടിൽ പോയി കഴിഞ്ഞാൽ അച്ഛനാകെ സങ്കടമായിരുന്നു. അച്ഛൻ ആലോചിച്ചും ഇങ്ങനെ ഒരു BP കൂടലും ടെൻഷനും ഒക്കെ ആയിരുന്നു കേട്ടോ. ഈ വീഡിയോ ഇങ്ങനെയായിപ്പോയി വെച്ചാൽ കുടു പിടിച്ചതാണ് കേട്ടോ വീഡിയോ. അത് ഞാൻ എടുത്ത് വെച്ചു. 5 ചില്ലറ പൈസ അല്ലേ, അത് ഞാൻ എടുത്ത് വെച്ചു. കൂടെ പുറത്തേക്ക് ഇറങ്ങും. അതിന്റെ മോള് തട്ടിയില്ലേ? കൂടുവേ തീക്കാനല്ലൊക്കെ ഉണ്ടാവും. ഇനി എന്താ ഉള്ളത്? നിലച്ചക്ര ഉണ്ടോ? അതുകൊണ്ട് തലമുടി നോക്ക്. എൻ്റെ അടുത്തേക്കാണോ വരുന്നത് അമ്മേ? അതാ കുഴി വീണു പോവും. അമ്പട അത് മുതല അതാ വീണ്ടും കുഴി പോയി. അത് കൂടെ ആ ഡോറം കാണിച്ചിട്ടേക്കാതി. അയ്യോ ഛേ, അത് കഴിഞ്ഞു പോകും. ജോലി സമയം ആനന്ദകരമാക്കുന്നു ആദ്യക്കുട്ടൻ. അങ്ങനെ വെക്കല്? നേരത്തെ വെച്ചേ മാറിപ്പോയതാ അല്ലേ? ഓനത് ഊതിയൊക്കെ കത്തിക്കുന്നു. അമ്പോ പുറത്തേക്ക് ഇറങ്ങി കൂടൂ. പോകാം. എന്റെ ദൈവമേ, ഇത് എത്രണ്ണത്? ഇതിപ്പോ നിങ്ങള് വൈകുന്നേരം വരുമ്പോ വാങ്ങിയതാ? എന്റെ ദൈവമേ, പുകയും വെട്ടേലിന്റെ പൊടി എന്നിട്ട് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. ഷോ ഞാൻ അലക്കി തീർക്കട്ടെ. എന്റെ ഒത്തപ്പ 2 എണ്ണം വെച്ചു. നല്ല വരുത്ത് പോയല്ലേ അതി. അതെന്താ കപ്പല് കത്തിയത്? അതാ പറയണേ, ഇമാര് സാധനത്തിനൊക്കെ മരുന്ന് കൂടുതലായിട്ട് കൈ 5 എണ്ണം ഒരുമിച്ച് പിടിച്ച് നല്ല ചൂടായി. ഇവിടെ വെച്ച് കത്തിക്കാം. നോക്കണേ പുള്ളി മുഴുവനും കത്തിട്ടേക്കുന്നു. ഇത് നല്ലതാടാ.
കുടിച്ചോളാവേ. കടക്കം പറഞ്ഞാൽ ഭയങ്കര ഭംഗിയൊക്കെയാണ്, പക്ഷെ അപകടം ദോഷമാണ്. തീപ്പെട്ടി ലാമ്പൊക്കെ കഴിഞ്ഞല്ലേ, ലാമ്പ് അങ്ങ് കൊണ്ടേ പൊട്ടിക്കാൻ വേണ്ടി വാങ്ങിയതാ, കൊണ്ടേ പറ്റുള്ളൂ. എവിടേക്കാ ഞാൻ നിൽക്കുന്ന ജീ കൊണ്ടുപോണത്? അച്ഛനല്ലേ കത്തിക്കേണ്ടത്? അവിടെ കൊണ്ടേ വെച്ചടാ, വെച്ചു അവിടെ കൊണ്ടേ മസാല. വേണ്ട വേറെ എടുത്തു. ഇത് ചെറുതാണ്. ഇല്ല, അത് വേണ്ട, അത് ഭയങ്കര തെറിച്ചിണ്ട്. എന്തൊരു തെറിക്കലത്. ചെറുത് പിടിക്കണ്ട കേട്ടോ, ചെറുത് കൈമ പിടിക്കാൻ തെറിക്കുന്നുണ്ട്. വലിയത് പിടിച്ചാൽ ഇവിടെ ഒറ്റയിലിട്ടോ. എന്നാവും ചെറുത്. അപ്പൊ അവിടെയല്ല, അവിടെ കൊണ്ടുവരും. അവിടെ എവിടെയെങ്കിലും വെക്കും, അവിടെ വെച്ചോ. കണ്ണ് കാണില്ലല്ലോ, എനിക്ക് കാണില്ല. എന്താ അതും കൈ പിടിച്ച് ഇതെന്താണെന്ന് വെച്ചാൽ ആദ്യകൂട്ടം നല്ലപോലെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ആദ്യകൂട്ടം ചെയ്യുന്ന കാണുമ്പോൾ ഞങ്ങൾക്ക് തന്നെ എന്തോ ബുദ്ധിമുട്ട് കേട്ടോ. നിർത്താം ആദ്യകൂട്ടം, കുറച്ച് റെസ്റ്റ് എടുക്കുന്ന പറഞ്ഞാൽ പിന്നെ ആദ്യകൂട്ടം എടുക്കൂല. ആദ്യകൂട്ടം അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ എന്താ പറയുക, അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു സമയം അവനിഷ്ടമുള്ളതാണ് പടക്കം പുത്തിരിയും, ഭയങ്കര ഇഷ്ടമാണ്. പേടിയില്ല കേട്ടോ, അങ്ങോട്ട് പൊട്ടിക്കും, കയ്യിലൊക്കെ വെച്ചിട്ട് എറിഞ്ഞ് പൊട്ടിക്കും. അപ്പം ഞാൻ കുറേ അതിന് ഞാൻ പറയും ആദ്യം ഈ പേപ്പർ വെച്ചാൽ മതി, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് ഞാൻ പുറകെ കൂടുക എന്നല്ലാണ്ട്. പിന്നെ ഞാൻ അവസാനം ഇങ്ങനെ കൈയൊക്കെ വിരലൊക്കെ അങ്ങ് പൊട്ടിത്തെറിച്ച് പോകും. ഒരു ശ്രദ്ധ മതി, ഒന്ന് പാളിയാൽ മതി. ഇപ്പം ഞങ്ങൾ ഇടയനടെ 5 പൂത്തിരി ഒരുമിച്ച് കത്തിച്ചപ്പോഴത്തേക്കും അങ്ങോട്ട് പാളി കേട്ടോ. അപ്പം അതുപോലെയാണ് ഈ സാധനം. നമ്മൾ എന്താ ഇങ്ങനെ നമുക്ക് പ്രവചിക്കാനും പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് ആദ്യകൂട്ടൻ്റെ കാര്യം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവനിത്തിരി സമയം പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ ഒരു റെസ്റ്റിന് വേണ്ടിയിട്ടൊക്കെ ഞങ്ങൾ അങ്ങനെ പൂത്തിരിയും മത്താപ്പൊക്കെ കത്തിച്ചു. ഇപ്രാവശ്യം ഏട്ടായി എന്തായാലും കുറച്ച് പൂത്തിരിയും മത്താപ്പൊക്കെ വാങ്ങിയിട്ട്, എന്നിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞേ പച്ചക്കറി ഒന്നും ഇപ്രാവശ്യം വാങ്ങേണ്ടി വന്നില്ല. ഒന്നും വാങ്ങിയിട്ടില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവരും ഓരോ പടക്കം എടുത്ത് പൊട്ടിച്ച് വായിലേക്ക് ഇട്ടോളി, പച്ചക്കറി സാധനമൊന്നും വാങ്ങിയിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇന്നലെ തമാശയ്ക്ക് കളിയാക്കി പറഞ്ഞു കേട്ടോ. കാര്യം കൂടി ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ പച്ചക്കറിയൊക്കെ ഇന്നലെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ. പിന്നെന്താ പറയുക, അങ്ങനെ എല്ലാം കഴിഞ്ഞ് ആദ്യകൂട്ടനെ കുളിപ്പിച്ചു. എല്ലാം കഴിഞ്ഞ് പറഞ്ഞാൽ ഞാൻ അപ്പോഴത്തേക്കും തുണി ഒരു ലോഡ് ഉണ്ടായിരുന്നു. കുത്തി തിരുമ്പി എല്ലാം ഞാനും അലക്കി എല്ലാം കഴിഞ്ഞ് ഇവരെ കുളിപ്പിച്ച് കയറ്റിയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഇനി ബാക്കി നമ്മളെ പണികളൊക്കെ അവിടെ കിടക്കുകയാണേ. അവർക്ക് ഭക്ഷണം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കിടക്കാം. പിന്നെ എനിക്ക് അടിക്കാനും തുടയ്ക്കാനും കഴുകാനും പെറുക്കാനുമുള്ള പണികളൊക്കെയാണ്. ഏതാണ്ട് ഒരു 12 മണി 12:30 ആയിട്ടുണ്ടാവും കേട്ടോ നമ്മൾ കിടന്ന സമയത്ത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. അതുകൊണ്ട് കണ്ണിലൊക്കെ പൊടി വീണിട്ടേ അവൻ പറയുക നമ്മെ കണ്ണൊന്ന് തുറന്ന് വെള്ളത്തിൽ പിടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആദ്യകൂട്ടൻ്റെ കുളി കഴിഞ്ഞ് വന്ന് പിന്നെ കുടുവിനെ കുളിപ്പിച്ചു.